ഹലോ, എല്ലാവർക്കും ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് തേക്കടിയിലാണ്. തേക്കടിയിലെ അതിമനോഹരമായ ഒരു സ്ഥലം കാണാനായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. തേക്കടി വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒന്നാണ് സത്രം. സത്രത്തിലേക്കുള്ള യാത്രയും കാഴ്ചകളും അവിടുത്തെ ഓരോ വ്യൂ പോയിൻറ്റ്സും, പിന്നെ പണ്ട് അയ്യപ്പ സ്വാമിമാർ ശബരിമല തീർത്ഥാടനത്തിന് പോകുമ്പോൾ വിശ്രമിച്ചിരുന്ന സ്ഥലം കാണാം. അപ്പോൾ സത്രം കാണാനായിട്ട് ഞങ്ങൾ രാവിലത്തെ ടൈം സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. ജീപ്പിൽ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്, നമ്മുടെ കാറിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഓഫ് റോഡാണ്. ഞങ്ങളൊരു 6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. തേക്കടിയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്തോടത്തുനിന്ന് അധികം ദൂരം വരുന്നില്ല, അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. ഈ കാണുന്ന ടീ പ്ലാന്റേഷൻസ് ഒക്കെയാണ് കോണിമാറ, ഐറിഷ് കമ്പനിയായിരുന്നു. ഇവിടെ ഉള്ളവർ കൂടുതലും ഇതാണ് വാങ്ങുന്നത് എന്നാട്ടോ പറഞ്ഞത്. ഞങ്ങൾ സത്രത്തിലേക്ക് പോണ വഴിക്കുള്ള സകല കാര്യങ്ങളും ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൽ കുറേയൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ തേയിലത്തോട്ടവും ഇതിൻ്റെ ഇടയിലുള്ള ഈ മരങ്ങളും നല്ലൊരു കാഴ്ച തന്നെയാണല്ലേ. ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുക എന്നല്ലാണ്ട് ഈ ഒരു വിഷ്വലിൽ കാണുന്ന തേയിലത്തോട്ടത്തിലുള്ള സിൽവർ റോക്ക് മരങ്ങൾ എന്തിനാണെന്ന് അറിയണ്ടേ. സിൽവർ റോക്കിൻ്റെ മെയിൻ പ്രത്യേകത സൂര്യപ്രകാശം ഫിൽറ്റർ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടത്തിന് ആവശ്യത്തിനുള്ള സൺലൈറ്റേ കിട്ടുന്നുള്ളൂ. അതേപോലെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് പടർന്നിരിക്കണ കാരണം നല്ല മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയുകയും ചെയ്യും. ഇതാണ് വെള്ളക്കടവ് കറുപ്പ് പാലം. ഇവിടെ വെള്ളം തുറന്നു വിട്ട ഈ പാലമൊക്കെ നിറഞ്ഞു കവിയുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ ഇനി ഓഫ് റോഡ് തുടങ്ങുകയായി. ഓഫ് റോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ 2-3 മാനിനെയൊക്കെ കണ്ടു കേട്ടോ. ഈ ഒരു സത്രം ജീപ്പ് സഫാരി ഏകദേശം ഒരു 3 മണിക്കൂറാണ് എടുത്തത്. ഞങ്ങൾ 6:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 9:45 തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോൾ. അപ്പം ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിൻ്റിൽ എത്താറായി. ഇവിടെ ഫുൾ ലെമൺ ഗ്രാസ് ആണ് കേട്ടോ. മഴക്കാലമൊക്കെ ആയാൽ നല്ല ഭംഗിയാവും ഇവിടെ കാണാൻ എന്നാണ് പറഞ്ഞത്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു മാനിനെയൊക്കെ കണ്ടു. പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെ ഒരു മിന്നായം പോലെ കാണാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഈറ്ററിങ്സ് ഒക്കെ കിട്ടും, വെള്ളമുണ്ട്. എന്തായാലും ഞങ്ങൾ മുന്നേ വെള്ളമൊക്കെ വാങ്ങി കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ രാവിലെ തന്നെ നല്ല ചൂട് മാഗിയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഇവിടെ വന്നവരിലും അതേപോലെ കടക്കാരുടെ കയ്യിലും ബൈനോക്കുലറൊക്കെ ഉണ്ട്. അവർ നോക്കിയിട്ട് ആ മലയിൽ കാട്ടുപോത്തിനെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നവരൊക്കെ ജീപ്പിൽ വന്നവർ തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലെത്തി. ഇവിടെ സത്രം എയർ സ്ട്രിപ്പിൻ്റെ ഒരു ലോങ് വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും. റൺവേൻ്റെ ഇടിഞ്ഞു പോയ ഭാഗമൊക്കെ കാണാം. നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തേക്കടി വരുമ്പോൾ സത്രം മിസ്സാക്കല്ലേ. ഇനിയൊരു സ്ഥലം കൂടെ കാണാനുണ്ട്. സത്രം വഴി ശബരിമലയിലെത്താം. ഇതൊരു വിശ്രമ കേന്ദ്രമായിരുന്നു കേട്ടോ. പണ്ട് അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് പോകുമ്പോൾ വിശ്രമിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ നടന്നാൽ നമുക്ക് പുല്ലുമേടെത്താം. മകരവിളക്ക് കാണാൻ നിരവധി പേർ സത്രത്തിൽ എത്താറുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ സത്രം കാണാൻ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആയാൽ എന്ത് ഭംഗിയുണ്ടാവും. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും കാണാനായിട്ട്.
പിന്നെ ഞങ്ങൾക്ക് ജീപ്പ് സഫാരിക്ക് 2500 രൂപയാണ് ചാർജ് ആയത് റിസോർട്ടിൽ നിന്ന്. സത്രം കണ്ടിട്ട് തിരിച്ച് റിസോർട്ടിലേക്ക് വരാനായിട്ട് 2500 രൂപയാണ് ചാർജ് ആയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.